ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഹദ്റത്തിലേക്ക് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കൊരു നേരത്തെ ഭക്ഷണം തരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ ഏത് മതക്കാരനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മജൂസിയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, മജൂസിക്കാരനിക്ക് എൻ്റെ അടുത്ത് ഭക്ഷണമില്ല, ഭക്ഷണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിന് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. അള്ളാഹു താൻ ഉടൻ തന്നെ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, അല്ല ഇബ്രാഹിം നബിയെ, നിങ്ങളടുത്തേക്ക് ഒരാൾ വന്നില്ലേ, അയാൾ എന്തിനാ വന്നത്? ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു, അദ്ദേഹം ഭക്ഷണത്തിന് ആവശ്യപ്പെട്ട് വന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തത്? ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, നിന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ അവനിക്ക് ഭക്ഷണം കൊടുക്കാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു താല ചോദിച്ചു, അദ്ദേഹത്തിന് എത്ര പ്രായമായി? ഏകദേശം ഒരു 60-70 വയസ്സ്. എന്നാൽ അത്ര കാലം ഞാൻ അവനിക്ക് ഭക്ഷണം കൊടുത്തില്ലേ? ഞാൻ എനിക്ക് ആരാധിക്കുന്നവനല്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഭക്ഷണം കൊടുത്തത്? എന്നാൽ നിങ്ങളെന്തിനു അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ മടക്കിയച്ചത്? അദ്ദേഹത്തെ വരുത്തിച്ച് ഭക്ഷണം കൊടുക്കുക എന്നാണ്. ആ സമയത്ത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് പറഞ്ഞു, ഞാൻ ഭക്ഷണം തരുന്നു, ഇങ്ങോട്ട് വരും. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ മടക്കി വിട്ടതല്ലേ, നിങ്ങൾ മതക്കാരനല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞതാണ്, ഞാൻ അദ്ദേഹത്തിന് ഇത്ര കാലം എന്നെ ആരാധിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഭക്ഷണം കൊടുത്തത്, അതുകൊണ്ട് നിങ്ങൾ എന്തിനും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ല, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട മജൂസിയ മനുഷ്യൻ അവിടെ ഒന്ന് സ്തംഭിച്ചു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത്ര കാലം എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ഒട്ടും അദ്ദേഹത്തെ ആരാധിച്ചിട്ടില്ല, എന്തൊരു കരുണയുള്ള റബ്ബാണ്, ഞാൻ ആ മതം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു നന്ദിയുള്ളവനാണോ എന്ന് കരുതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കൊണ്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. റബ്ബായ അള്ളാഹു നമ്മയും ലോകത്തുള്ള സർവ്വജനങ്ങളെയും മതം നോക്കാതെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു. അതാണ് റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തിൽ അർ റഹ്മാൻ എന്ന് പറഞ്ഞത് ദുനിയാവിൽ ആരാധിക്കുന്നവർക്കും അല്ലാത്തവർക്കുമെല്ലാം അള്ളാഹു കൊടുക്കുന്നു. ആഖിറത്തിലെത്തിയാൽ ആരാധിച്ചവർക്ക് മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ. അള്ളാഹു അവന് നന്ദിയുള്ള അടിമകളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ.